നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ച നടൻ ശ്രീനിവാസ് സാറിൻ്റെ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ബട്ടർഫ്ലൈ ഇഫക്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തതായിരുന്നു. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എങ്ങനെയാണ് പ്രമേഹ രോഗികൾക്ക് പ്രസക്തമാവുന്നതും എത്ര പ്രാധാന്യമർഹിക്കുന്ന ഒരു തത്വശാസ്ത്രം, ഒരു ഫിനോമിനൻ, ഒരു ഫിലോസഫിയാണ് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ അതിൽ വിശദീകരിക്കേണ്ടായി. അതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അത് കാണുക. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് പ്രമേഹത്തിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ്, പ്രമേഹത്തിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാവുന്നത് കാർഡിയോവാസ്കുലർ, അതായത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമാണ്. ഹൃദ്രോഗമാണ് ഏറ്റവും വലിയ മരണകാരണം പ്രമേഹ രോഗികളിൽ. അപ്പോൾ ഹൃദ്രോഗത്തിനെ നമുക്ക് നേരത്തെ തന്നെ പ്രവചിക്കാൻ പറ്റുമോ, മുൻകൂട്ടി കാണാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എടുത്തിയാടി പറയും, പ്രമേഹം നിയന്ത്രിച്ചാൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാം, കൊളസ്ട്രോള്, BP എന്നിവ നിയന്ത്രിച്ചാൽ എല്ലാം ശരിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഗൈഡ് ലൈൻസിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഗൈഡ് ലൈൻസും റെക്കമെൻഡേഷൻസിലും ഞാനല്ല, അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയാണ് ഈ റെക്കമെൻഡേഷൻ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ എന്താണ് ഈ റെക്കമെൻഡേഷൻ്റെ ഒരു പ്രാധാന്യം? മറ്റൊന്നുമല്ല, നമ്മൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് വന്ന ഇൻഫ്ലമേഷൻ്റെ മാർക്കർ, ഒരു ഇൻഫ്ലമേറ്ററി മാർക്കർ, എല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാണ് CRP. CRP എന്ന് പറഞ്ഞാൽ സി റിയാക്റ്റൻറ്റ് പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. അതിൽ സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്നും അതിന് പറയാറുണ്ട്. അപ്പോൾ CRP കുറിച്ച് അത് ഇൻഫ്ലമേഷന് വേണ്ടി നോക്കുന്നത്, അതായത് നമ്മൾ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആകുമ്പോൾ ഡോക്ടർമാർ സ്ഥിരം ചെയ്യുന്ന ഒരു രക്തപരിശോധനയാണ്. ശരിയാണ്, അക്യൂട്ട് ഇൻഫ്ലമേഷൻ്റെ ഒരു മാർക്കറായിട്ടാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത് CRP. പിന്നീട് HSCRP എന്ന് പറയുന്ന ഒരു പരിശോധനയും കൂടി വന്നു. എന്ന് വെച്ചാൽ ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒന്ന് വന്നു. ഇതിന് രണ്ട് ഗൈഡ് ലൈൻസാണ്. ആദ്യത്തെ CRP, പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന CRPയുടെ കട്ട് ഓഫ് എന്ന് പറയുന്ന 10 മുതൽ 1000 മില്ലിഗ്രാമാണ് ഒരു ലിറ്ററിൽ അതിൻ്റെ ലെവൽ, അത്ര വലിയൊരു റേഞ്ച്. എന്നാൽ 10 മില്ലിഗ്രാമിൻ്റെ താഴെയുള്ള റേഞ്ച് ഒന്നും അന്നത്തെ CRPയിൽ കണ്ടുപിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ ഈ HSCRP വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഈ HSCRP എന്ന് പറയുമ്പോൾ ഹൈ സെൻസിറ്റിവിറ്റി, വളരെ ചെറിയ അളവിൽ CRP ഉണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ CRP എന്നുള്ള കുന്തം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യം അവിടെ വരും അല്ലേ? ഭയക്കണ്ട, CRP എന്ന് പറയുമ്പോൾ ഒരു വിഷവസ്തു ഒന്നുമല്ല, നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. ലിവർ എന്തിനാണ് ഈ CRP ഉണ്ടാക്കുന്നത്? ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ, അതായത് ശരീരത്തിന് ഹാനികരമാവാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു വസ്തു, അത് രോഗാണു ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും സൂക്ഷ്മാണുക്കളായിക്കോട്ടെ, എന്തെങ്കിലും ഹെവി മെറ്റൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഞ്ചുറി, പരിക്ക് പറ്റുക, വോട്ടെവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹൃദ്രോഗം പോലത്തെ കാലാകാലങ്ങളായിട്ട് കിടക്കുന്ന പെട്ടെന്ന് നാളിക്കത്താൻ സാധ്യതയുള്ള ഒരു അവസ്ഥയായിക്കോട്ടെ, ഇതിനെല്ലാം ഒരു ഇതായിട്ട് റിയാക്ഷനായിട്ട് ലിവർ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ, CRP. അപ്പോൾ നോർമലി പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് ഇൻഫ്ലമേഷനിൽ ഒരു മാർക്കറായിട്ട് ഇത് കാണുമായിരുന്നു. എന്നാൽ ഇപ്പോൾ HSCRP എന്നുള്ളത് ക്രോണിക് ഇൻഫ്ലമേഷൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡയബറ്റീസ് ആണ്. ക്രോണിക് ഇൻഫ്ലമേഷനിൽ ഈ ഡയബറ്റീസിൻ്റെ ഒരു ഫലമായിട്ടും അല്ലാതെയും, ഓഫ് കോഴ്സ് ഈവൻ ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് പോലും ഹൃദ്രോഗം വരാം. ഇവർക്കെല്ലാവർക്കും ഹൃദ്രോഗ സാധ്യത നേരത്തെ തിരിച്ചറിയാൻ കൊളസ്ട്രോളിനേക്കാളും, ഇനി ഈ പറയുന്ന വാക്കുകൾ ഓർത്തിരിക്കുക, കൊളസ്ട്രോളിനേക്കാളും വലിയ ഒരു പ്രഡിക്റ്റീവ് കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് വാല്യൂ ഉള്ള ഒരു വസ്തുവാണ് ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ. എന്ന് വെച്ചാൽ ഇത് മുൻകൂട്ടി കാണാൻ പറ്റും, പ്രവചിക്കാൻ പറ്റും. അതായത് പ്രവചിക്കാൻ സാധിക്കുന്ന ആ അളവ് എത്രത്തോളം കൃത്യതയോടെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിനെ പ്രവചിക്കാൻ പറ്റുന്നു, അതിനാണ് ഈ പ്രഡിക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ഹൈ പ്രഡിക്റ്റീവ് വാല്യൂ ഉള്ളതാണ് ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ, HSCRP. പ്രത്യേകിച്ച് ഇവിടെ എന്നെ കാണാൻ വരുന്ന എല്ലാവർക്കും ഞാൻ ഈ HSCRP ചെയ്യും. അപ്പോൾ ചിലരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, ഷുഗർ പരിശോധിക്കാനും ചികിത്സിക്കാനും വന്ന് എന്നെക്കൊണ്ട് എന്തിനാണ് ഈ HSCRP ചെയ്യുന്നതെന്നുള്ളത്.
അവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു വ്യക്തത ഉണ്ടാവണം എന്തിനു വേണ്ടിയാണ് നമ്മളൊരു പരിശോധന ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എന്നെ കാണാൻ വരുന്നവരെ എല്ലാം ഈ കാര്യങ്ങൾ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് പ്രമേഹം ഒരുപാട് നാളുകൾ ഉള്ളവർക്ക്, 3 അതിൽ കൂടുതൽ വർഷങ്ങൾ ഉള്ള പ്രമേഹ രോഗികൾ നിർബന്ധമായിട്ടും ഈ HSCRP ചെയ്യണം. ഇനി നമുക്കൊന്ന് നോക്കാം, ഈ HSCRPക്ക് ചിലവ് എന്ത് വരുന്നുള്ളത്. നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തോന്നും ആയിരക്കണക്കിന് രൂപ ഇതിന് വരുന്നു. അല്ല, ഇതിന് ശരാശരി വരുന്ന 300 മുതൽ 400 രൂപ വരെയാണ്. HSCRP ഏറ്റവും നല്ല മെഷീൻസ് വെച്ച് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. സാധാരണ ലാബിൽ ചെയ്യുന്നതിന് അതിനേക്കാളും ചിലവ് കുറവാണ്. അതായത് HbA1c ചെയ്യുന്നതിനേക്കാളും ചിലവ് കുറഞ്ഞ ഒരു പരിശോധനാ മാർഗമാണ് ഈ HSCRP. ഈ HSCRP പക്ഷേ ഇൻ്റർപ്രിട്ടേഷനിൽ ഏത് പരിശോധനയെ പോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് രീതിയിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നു, ഏത് ചുറ്റുപാടുകളിലാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണോ വ്യാഖ്യാനിക്കുന്നത്, എല്ലാം അനുസരിച്ചിരിക്കും. ഇനി അടുത്ത ചോദ്യം ഉയരാൻ പോകുന്നത്, ഇതിനെ എങ്ങനെ ചികിത്സിക്കും? ഈ HSCRPക്ക് ഏതെങ്കിലും മരുന്നുകളുണ്ടോ? ഇല്ല, HSCRPക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല. കാരണം HSCRP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരം സ്വയം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. ഇപ്പോൾ കൊളസ്ട്രോളിന് മരുന്നിൻ്റെ ആവശ്യമില്ല. എന്നാൽ കൊളസ്ട്രോളിൻ്റെ ചില ഘടകങ്ങളിൽ വരുന്ന ആനുപാതികമായ മാറ്റങ്ങൾ, അതായത് പ്രൊപ്പോർഷണേറ്റ് ഡിഫറൻസസ്, ആ പ്രൊഫൈലിൽ വരുന്ന മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ റിസ്കിന് വേണ്ടി മാത്രമാണ് നമ്മൾ കൊളസ്ട്രോളിനും മരുന്നെന്നും പറഞ്ഞ് ഇത് സ്റ്റാറ്റിൻസ് പോലത്തെ മരുന്നുകളുടെ ഡിസലൈപ്പിഡീമയിൽ കൊടുക്കുന്നത്. അല്ലാണ്ട് കൊളസ്ട്രോൾ ഒരു വിഷവസ്തുവല്ലെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് CRP ഒരു വിഷവസ്തുവല്ല. ശരീരം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ് CRP. എന്നാൽ HSCRP കൂടുതലായി കാണപ്പെടുന്ന പ്രമേഹമുള്ള വ്യക്തികളിലോ അല്ലെങ്കിൽ ഹൈ റിസ്ക് കാർഡിയോവാസ്കുലർ ഡിസീസിന് ഹൈ റിസ്ക് ആയിട്ടുള്ള വ്യക്തികൾക്കോ ഏറ്റവും ഫലപ്രദമായ മാർഗം ഏതാണെന്ന് അറിയാവോ? ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഏറ്റവും കൂടുതലുള്ള മാർഗം എക്സസൈസാണ്. കൃത്യമായ എക്സസൈസാണ് ഇതിന് ഏറ്റവും നല്ലത്. എക്സസൈസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, വളരെ ലഘു വ്യായാമങ്ങളെക്കുറിച്ച്. നിങ്ങൾക്ക് ഓഫീസിലോ വീട്ടിലോ ഇരുന്ന് ചെയ്യാവുന്ന വളരെ ലഘു വ്യായാമങ്ങളുടെ ഒരു നിര തന്നെ, ഒരു സീരീസ് തന്നെ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. കാണാൻ മറക്കരുത്. ആൻഡ് ഒറ്റ പൈസ ചിലവില്ല. സോ ദാറ്റ്സ് ദ ഐസിങ് ഓൺ ദ കേക്ക്, അല്ലേ? ഓൺ ദ ക്രിസ്മസ് കേക്ക്, ലെറ്റ് മീ പുട്ട് ഇറ്റ് ദാറ്റ് വേ. അപ്പോൾ ക്രിസ്മസ് കേക്കിലെ ഐസിങ് ആണ് ഈ പറഞ്ഞ കാര്യം. അതായത് ഒറ്റ പൈസ ചിലവില്ലാതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ, വീട്ടിലെ സൗകര്യത്തിലോ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ, ഇപ്പോൾ എറണാകുളത്തേക്ക് മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാവുന്ന ലഘു വ്യായാമങ്ങളാണ്. അപ്പോൾ ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ ഇത്തവണയും പൊളിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമാണിത്. ആൻഡ് വി ആർ കമ്മിങ് ഔട്ട് വിത്ത് ദാറ്റ്. ആൻഡ് HSCRP നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ എക്സസൈസസ്. ആൻഡ് ഡയറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് HSCRP കുറയ്ക്കാൻ എന്ന് ചോദിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും അത് വ്യത്യസ്തമായിരിക്കാം. ഞാനിവിടെ കണ്ടത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഇതിന് ശാസ്ത്രത്തിൻ്റെ ഒരു പിന്തുണ എന്ന് എനിക്ക് പറയാനില്ല. അഗെയിൻ അനുഭവം ആണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതിൽ പാല് കുടിക്കുന്ന പലരിലും HSCRP കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഐ എം നോട്ട് സർപ്രൈസ്ഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് സർവ്വസാധാരണമാണെന്ന് നമുക്ക് അറിയാം. എന്നാൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസിൻ്റെ തന്നെ മറുപുറമാണ് ലാക്ടോസ് ഇൻടോളറൻസ്. ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള മിക്കവാറും വ്യക്തികൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാവും, വൈസ് വേഴ്സ. ലാക്ടോസ് ഇൻടോളറൻസ് സർവ്വസാധാരണമായിട്ടുള്ളത്, പക്ഷെ നമുക്കൊന്നും അതറിയില്ല. നമ്മൾ പരമ്പരാഗതമായി നമ്മുടെ ശീലങ്ങൾ, അതായത് ചായയിലും കാപ്പിയിലൊക്കെ പാല് ചേർത്തല്ലാണ്ട് നമ്മൾ കുടിക്കില്ല, ശരിയല്ലേ? പാല് മഹാസംഭവമാണെന്ന് അച്ഛനമ്മമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കുടിച്ചാൽ എല്ലുകൾ വളരും, പല്ലുകൾ നന്നാവും, ആരോഗ്യം നന്നാവും, പൊക്കവും തടിയും ഒക്കെ വെക്കും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അത് നമ്മുടെ മുലപ്പാലും പിന്നെ ഒരു പ്രായം വരെ പശുവും പാലോ അല്ലെങ്കിൽ എരുമപ്പാലോ വോട്ടവ്. പക്ഷെ അതിനുശേഷം പലർക്കും അതിൻ്റെ ആവശ്യമില്ല എന്നല്ല, മാത്രമല്ല ഇറ്റ് കോസസ് ക്രോണിക് ഇൻഫ്ലമേഷൻ. ഫാക്റ്റാണത്. ഞാനിവിടെ കണ്ടിട്ടുണ്ട് പലരിലും. ഓഫ് കോഴ്സ് ഐ എം കമ്മിങ് ഔട്ട് വിത്ത് എ സ്റ്റഡി. അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ വേണ്ടി ഞാനൊരു പഠനം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക. ഐ എം കമ്മിങ് ടു ദാറ്റ്. അതിലേക്ക് വരാം. അതുപോലെ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഓരോ വ്യക്തിക്കും ഏത് ഭക്ഷണമാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ശരീരം തന്നെ നമുക്ക് അതിൻ്റെ സിഗ്നൽസ് തന്നോളും. നമ്മൾ വലിയ ഗ്രന്ഥങ്ങളൊന്നും പോയി നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ChatGPT-യോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരും, ChatGPT തരുന്നതിനേക്കാളും. അപ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കാണുമ്പോൾ
ചിലർക്ക് പൊടിച്ചിട്ട് കിട്ടലുണ്ടാവും, ബ്ലോട്ടിംഗ് ഉണ്ടാവും, അതായത് വയർ വീർത്ത് വരുന്നതായിട്ട് തോന്നും, അസ്വസ്ഥത തോന്നും, പരവേശം തോന്നും. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നിങ്ങളുടെ ശരീരം ആ ഭക്ഷണം എന്തെങ്കിലും കാരണവശാൽ അതിനെ പ്രതിരോധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ തഴയുന്നു, അല്ലേ? അതിനെ ഇനി എൻ്റെ ഉള്ളിലേക്ക് തള്ളി വിടല്ലേ എന്ന് നിങ്ങളോട് പറയുന്നു. പക്ഷെ നിങ്ങളത് കേൾക്കാതെ പോകുന്നു. ഞങ്ങളെല്ലാവരും ആ ഒരു കുറ്റം ആവർത്തിച്ച് ചെയ്യുന്നവരാണ്. നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ബേസിക്കലി അവിടെ സംഭവിക്കുന്ന ഇൻഫ്ലമേഷനാണ്. ആ ഇൻഫ്ലമേറ്ററി പത്തോളജിയാണ്, ആ ഇൻഫ്ലമേറ്ററി പ്രോസസ്സാണ് മറ്റുള്ള പത്തോളജീസിന് കാരണമാവുന്നത്, ഇൻക്ലൂഡിങ് ഡയബറ്റീസ്. ആൻഡ് ഡയബറ്റീസിൻ്റെ പല കോംപ്ലിക്കേഷൻ, ഡയബറ്റീസ് ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസാണ്, മറക്കേണ്ടത്, ഹൃദ്രോഗം പോലും. അപ്പോൾ അവിടെയാണ് ഈ HSCRP പോലത്തെ വളരെ ലളിതമായ ചെലവ് കുറഞ്ഞ ഇത്തരത്തിലുള്ള പരിശോധനകളുടെ പ്രസക്തി. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ആൻഡ് വിഷിംഗ് യു ഓൾ എ വെരി മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി ആൻഡ് cheerful and joyful always. Bye bye. Thanks for watching.